ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, സൺഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ബീച്ചിൽ വരെ വന്നതാണ്. ഞാനും മാണിയുണ്ട്, അതുപോലെ തന്നെ ആരുമുണ്ട്, വിച്ചുണ്ട്. നമ്മൾ നാലും കൂടിയാണ് വന്നത്. അപ്പോൾ ആരുണ്ടാണെങ്കിൽ ബീച്ചിലൊക്കെ വന്നാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. ചുമ്മാ എടുത്ത് മാണി പറഞ്ഞു നമുക്ക് വെറുതെ എവിടെയെങ്കിലും പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ എവിടെ പോകാമെന്ന് വെച്ചിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തു കേട്ടോ. അങ്ങനെ വെറുതെ ഒന്ന് ബീച്ച് വരെ വന്നതാണ്. ഈ കാണുന്നത് ബീച്ചിലെ പൊഴിയാണ്. പൊഴി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ലോക്കൽ തോടുകളെല്ലാം കൂടെ വന്ന് കണക്ട് ചെയ്യുന്നത്, ബീച്ചോട് കണക്ട് ചെയ്യുന്ന ഇവിടെയാണ്. വീട്ടിലൊക്കെ ആണെങ്കിൽ അച്ഛനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം വെള്ളമൊക്കെ കയറുന്ന അവിടെയൊക്കെ വീടിൻ്റെ അടുത്തൊക്കെ വെള്ളം കയറുന്ന സമയത്ത് അച്ഛനൊക്കെ പറയുമ്പോൾ പൊഴി മുറിച്ചിട്ടില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് തോന്നുന്നു വെള്ളം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ അവിടെയൊക്കെ നോക്കുന്നത്. പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു 5 മണി സമയത്താണ് വന്നത്. പക്ഷേ എങ്കിൽ നല്ല വെയിലായിരുന്നു. അപ്പോൾ നമ്മൾ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ നോക്കാമെന്നൊക്കെ. പക്ഷേ ആരും ആണെങ്കിൽ ആ ബോട്ടിൽ കയറിയിട്ട് അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു, ആ വള്ളത്തിൽ കളിക്കുമായിരുന്നു. പിന്നെ വിച്ചു അവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നടന്നു. നമ്മൾ നോർമലി ആരുമായിട്ട് വരുമ്പോൾ ഹാർബറിൻ്റെ ആ സൈഡിലായിട്ട് വരുന്നത്. അവിടെ വലിയ തിരക്കുണ്ടാവില്ല. ഹാർബറിൽ ചെറിയ തിരക്കുണ്ടാവും, പക്ഷെ താഴെയൊന്നും വലിയ തിരക്കുണ്ടാവില്ല. അപ്പോൾ ആരും ഓടിയോ കളിക്കുന്ന ഒത്തിരി സ്പേസ് ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ പിന്നെ വരുന്നത്. പക്ഷേ ഇന്ന് പിന്നെ മാണി വന്ന് സൺഡേ ആണ്, അത്യാവശ്യം ഷോപ്പൊക്കെ ഓപ്പൺ ആണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് വേണമെങ്കിൽ കഴിക്കണമെങ്കിൽ കഴിക്കാം. അപ്പോൾ കഴിച്ചിട്ടൊക്കെ നമ്മൾ വിചാരിച്ചാൽ നടന്ന് ഇതുവഴി അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകാമെന്നാണ് വിചാരിച്ചത്, ഹാർബറിൻ്റെ അങ്ങോട്ട്. പക്ഷേ എങ്കിൽ വെള്ളമായതുകൊണ്ട് നമുക്കത് ക്രോസ് ചെയ്ത് പോകാൻ ഇച്ചിരി റിസ്ക് ആയതുകൊണ്ട് നമ്മൾ പോയില്ല. ആരും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ പോയില്ല. പിന്നെ അവിടെ മണ്ണ് മുകളിലായിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിലൊക്കെ കയറി കുറേ നേരം മാണി ആരും കൂടെ കളിച്ചു. ആരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം മാണി ഉള്ളതുകൊണ്ട് ഭയങ്കര ചില്ലായിരുന്നു. അവൾ അവൻ്റെ കൂടെയൊക്കെ ഓടി നടന്ന് അങ്ങനെ കളിക്കുന്നുണ്ട്. ഞാൻ അത്രയും ഓടിക്കളിക്കാനൊന്നും കൂടെ അങ്ങനെ പോകാറില്ല. അപ്പോൾ മാണി ആരുമായിട്ട് കുറേ സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ ബജ്ജി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ബജ്ജി വാങ്ങിച്ചിട്ട് അവിടെ തന്നെ കഴിച്ചോട്ടെ. ആരും ബജ്ജി പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. നമ്മളങ്ങനെ കൊടുക്കാറില്ല. പക്ഷേ കസിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ അടുത്ത് ബജ്ജി ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചേക്കുന്ന ഏറ്റവും ബെസ്റ്റ് ബജ്ജി അവിടുത്തെയാണ്. അപ്പോൾ അവിടെ നിന്ന് എപ്പോഴും നമ്മൾ വാങ്ങാറുണ്ട്. അപ്പോൾ ആരും അവിടെ നിന്ന് കഴിക്കുമ്പോൾ ബജ്ജി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആരും മാണിയും അത്യാവശ്യം കാര്യമായിട്ട് ബജ്ജി കഴിച്ചു. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് തിരക്കൊഴിഞ്ഞ ഭാഗത്തോട്ട് മാറിയിരിക്കാന്ന് വെച്ചു. കാരണം പിന്നെ ഓട്ടമാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഒത്തിരി തിരക്കുള്ള പാട്ടിൽ നമ്മൾ ശ്രദ്ധ കിട്ടത്തില്ല. അപ്പോൾ ഒതുങ്ങി എങ്ങോട്ടെങ്കിലും ഇരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരിക്കാനായിട്ടൊരു സ്പേസ് നോക്കുകയാണ് കേട്ടോ. നോർമലി ഞാനും ആരും വിച്ചും കൂടെ ബീച്ചിൽ വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ആരും ഭയങ്കര ഓട്ടമായിരിക്കും. വിച്ചു എന്തെങ്കിലും ഷൂട്ട് ചെയ്യാൻ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പാടാണ്. പക്ഷേ ഇന്ന് മാണി ഉണ്ടായതുകൊണ്ട് എനിക്ക് ആരും ശ്രദ്ധിക്കേണ്ടേ വന്നില്ല. ഞാൻ ജസ്റ്റ് നോക്കുന്നുണ്ടായിരുന്നു, എങ്കിലും മാണിയാണ് കൂടുതൽ അവനെ ഡീൽ ചെയ്തത്. പിന്നെ ആരും ഹാപ്പി ആയിരുന്നു കേട്ടോ. ആരും ഇനിയും മാണിയായിട്ട് ബീച്ചിൽ പോകാമെന്നാണ് പറയുന്നത്. കാരണം അവിടെ ഒത്തിരി നേരം കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ മണ്ണിലൊന്നും നമ്മൾ വലിയ അങ്ങനെ കളിപ്പിക്കാറൊന്നുമില്ല. പക്ഷേ ഇപ്രാവശ്യം പോയിട്ട് അപ്പോൾ സാധാരണ ബീച്ചിൽ പോകുമ്പോൾ മണ്ണൊക്കെ വരാമെന്നുണ്ടെങ്കിൽ ഞാൻ വരക്കിടുകയൊക്കെ ചെയ്യും. പക്ഷേ ഇന്ന് മാണിയായിട്ട് പോയിട്ട് ബീച്ചിൽ നിന്ന് മണ്ണൊക്കെ വാരി കളിയും പിന്നെ വീടുകൾ ഉണ്ടാക്കൽ അങ്ങനെ ഭയങ്കര പരിപാടികളൊക്കെ ആയിരുന്നു. ഇന്നത്തെ സൺസെറ്റ് പക്ഷേ വലിയ സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. നോർമലി ഇപ്പോൾ നമ്മളെപ്പോൾ ബീച്ചിൽ പോയാലും സൺസെറ്റ് ഭയങ്കര ഷോക്കാണ്. അല്ലാത്തപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മേക്കൊക്കെ നല്ല ഭംഗിയായിട്ട് റെഡിഷായിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുകയും ചെയ്യും ഷോ ഒന്ന് പോയിരുന്നാൽ കൊള്ളായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ വരുമ്പോഴേക്ക് സൺസെറ്റ് വലിയ സുഖമില്ല, എന്താണെന്നറിയത്തില്ല. ഇവിടെ പിള്ളേരൊക്കെ ഇങ്ങനെ വോളിബോളും ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫുട്ബോളാണെന്ന് തോന്നുന്നു കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരും കുറച്ച് സമയം അങ്ങോട്ടൊക്കെ പോയി. പിന്നെ അവിടെ കൂടി ഇടുന്ന കളിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാനും മാനും കൂടെ കുറേ സമയം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയിരുന്നു. നമുക്ക് കാര്യം പറയാൻ പിന്നെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാവുമല്ലോ, ഓരോന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. മാനെന്ന് വെച്ചാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കുഞ്ഞിലോട്ട് നമ്മൾ ഒന്നിച്ചാണ്. എങ്കിലിടയ്ക്ക് നല്ല വഴക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വഴക്കൊക്കെ ഉണ്ടാക്കും. നമ്മൾ തന്നെ ഇടയ്ക്ക് വിചാരിക്കും ലൈഫിൽ നമ്മൾ മിണ്ടൂലെന്ന്. പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോൾ വീണ്ടും അടയും പീരാണ്. അതെന്താ എനിക്കറിയത്തില്ല. ഞങ്ങൾ തമ്മിൽ ആ ഒരു ബോണ്ടുണ്ട്. പിന്നെ നമ്മളങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. വിച്ചു ആരും കൂടെ അങ്ങോട്ടും കൂടെ കളിക്കുമ്പോൾ ഇപ്പോൾ ആരും ബീച്ച് ഇറങ്ങുന്നതോടെ ബഹളം തന്നെ ബഹളം. നമ്മളെപ്പോൾ വന്നാലും വീട്ടിലോട്ട് പോകുന്നതിനൊരു 1/2 hour മുന്നേ ബീച്ചിൽ ഇറങ്ങുള്ളൂ കേട്ടോ. കാരണം ബീച്ചിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവനായിട്ട് ഇരിക്കാൻ പറ്റില്ല. കാരണം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ദേഹമൊക്കെ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് മണ്ണൊക്കെ പറ്റി ഒരുമാതിരി ഭയങ്കര ഇറിറ്റേഷൻ ആവും. അതുകൊണ്ട് നമ്മളെ പോകുന്ന സമയമാകുമ്പോഴേ ഇറങ്ങുള്ളൂ. ആരും കുറേ സമയം കൊണ്ട് എനിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ മാണി പറഞ്ഞു നമുക്ക് 6 മണിയാകുമ്പോൾ ഇറങ്ങാം, 6:10 ആകുമ്പോൾ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നീട്ടി 6 മണി കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞാൽ പിന്നെ ഇറങ്ങിയേക്കാം, നമുക്ക് കുറച്ച് നേരം ബീച്ചിലൊക്കെ കളിച്ചിട്ട്. പിന്നെ മാണിക്ക് എന്തോ വീഡിയോസൊക്കെ എടുക്കണമായിരുന്നു, എന്തൊക്കെയോ സ്റ്റോറിയൊക്കെ ഇടാനായിട്ട്. പിന്നെ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമുക്കും വിച്ചു കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വന്നു. ഷോർട്സ് ഇടാനും അല്ലാണ്ടും ഒക്കെ ആയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ആരുമാണെങ്കിൽ ബീച്ച് ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടം ബീച്ചിലും അതുപോലെ തന്നെ കോവിലൊക്കെയാണ്. അമ്പലത്തിലൊക്കെയാണെങ്കിലും കുറേ സ്പേസ് ഉണ്ടാവില്ല. നമ്മളിടയ്ക്ക് ഇവിടെ അടുത്ത് അറവാട് അമ്പലം ഉണ്ട് കേട്ടോ. അവിടെ ഇതുപോലെ പോയി ഇരിക്കാറുണ്ട്. ആരും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെയൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമ്മളങ്ങനെ ആരും ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ വീക്ക്ലി വൺസ് എന്തായാലും ബീച്ചിൽ വരാറുണ്ട്. അതിപ്പോൾ ആരും ഇല്ലെങ്കിൽ ഞാനും ബിച്ചും കൂടിയാണ് കൊണ്ടുവരും. അഥവാ ഞങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ ബ്രദറുണ്ട്, അവൻ കൊണ്ടുവരും. അങ്ങനെ വരാറുണ്ട്. അങ്ങനെ നമ്മൾ ബീച്ച് വെച്ച് ഒരു വൈൻഡപ്പൊക്കെ എടുത്തു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.